ഇന്നൊരു നൈസ് പൊറോട്ടയും നല്ല കീടിയിലൊരു കാടക്കോഴിക്കറി ആയാലോ. നമുക്ക് ആദ്യം പൊറോട്ടയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടിയും ഒരു നുള്ള് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട കൂടി ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കിലോ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം എടുത്തിരിക്കുന്ന പാത്രത്തിന് ഒരു 3 കപ്പ് അളവിൽ മൈദ ഉണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആവുന്നതിന് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് പുറത്തേക്ക് കുറച്ച് പാം ഓയിലും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മൈദാമാവും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് എടുക്കണം. ഓരോ പീസസായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ഇനി അത് കയ്യിൽ വെച്ച് നല്ലതുപോലെ ഒരു ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. ഇങ്ങനെ മുഴുവൻ ബോൾസും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാം ഓയിലും കുറച്ച് മൈദപ്പൊടിയും കൂടി ഇതിന് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഒരു ബോൾ എടുത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചപ്പാത്തി കുഴലെടുത്ത് അത് ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് ഒരു നുള്ള് മൈദയും ഒരു നുള്ള് പാം ഓയിലും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വീശിയെടുക്കാം. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഈ വീശുന്ന സമയത്ത് ഇത് താഴെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി നമുക്കത് ഓരോ റോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ റോൾസ് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പാമയിലും കുറച്ച് മൈദപ്പൊടിയും കൂടെ തൂവിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ചപ്പാത്തിക്കുഴലുണ്ടല്ലോ അതും വെച്ച് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. നമ്മൾ ഈ കൈ കൊണ്ടിട്ട് പരത്തുന്നതിന് എഫേർട്ടും കുറയും, പിന്നെ നമുക്ക് നല്ല നൈസായിട്ട് പൊറോട്ട കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിലിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഓരോ പൊറോട്ടയും ഇങ്ങനെ ചുട്ടെടുക്കാം. ഇനി നമ്മൾ ചുട്ടെടുത്ത പൊറോട്ടയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പാം ഓയിലും കൂടി ഒഴിച്ചിട്ട് 4 സൈഡിലും നല്ലതുപോലെ ഒന്ന് അടിച്ച് റെഡിയാക്കി എടുക്കണം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നല്ലപോലെ ഒന്ന് 4 സൈഡിലും ഇങ്ങനെ അടിച്ചെടുക്കണം, അല്ലെങ്കിൽ പൊറോട്ട കട്ടിയായി പോകും. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ എളുപ്പത്തിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാടക്കോഴി നല്ല വെറൈറ്റി ആയിട്ടൊന്ന് കറി വെച്ച് നോക്കാം. നമ്മൾ കാടക്കോഴി കറി വെക്കാനായിട്ട് നമ്മൾ ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്ത് വെക്കുക. ഇനി അതിന് ശേഷം നമ്മളിവിടെ ഒരു 3 കാടക്കോഴി എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കണം. എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മളിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാടക്കോഴി ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ കരുതും പോലെ ഒന്നുമല്ല, കാടക്കോഴി നല്ല ടൈം എടുക്കും കുക്കാവാനായിട്ട്. ഞാനൊരു 4-5 വിസിലെങ്കിലും കേൾപ്പിച്ചായിരുന്നു. ഇനി നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈയുടെ ആവശ്യമൊന്നുമില്ല. നമുക്കിതൊന്ന് സെറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി നീളത്തിൽ മുറിച്ചത്, പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം നമ്മൾ നീളത്തിൽ മുറിച്ചെടുത്താണ്. ഇതെല്ലാം കൂടെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുത്തതല്ല, ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച്
ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇല്ലാത്തവർ തക്കാളി ആഡ് ചെയ്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച വെള്ളമാണ്, അതാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി ആവശ്യമുള്ളവർ കുറച്ച് ചൂടുവെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ റെഡിയായ കാടക്കോഴി കറിയിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും കൂടി വറുത്ത് വെച്ചിരുന്നു, അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ നൈസ് പൊറോട്ടയും നല്ല ചൂടുള്ള കാടക്കോഴി കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നൈസാണ്, നിങ്ങൾക്കിത് കണ്ടാലേ മനസ്സിലാവും. കണ്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വേഗത്തിൽ തന്നെ വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി പൊറോട്ട അടിക്കാൻ അറിയില്ല എന്ന് ആരും പറയണ്ട, എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.